പേരാമ്പ്രയിലെ സ്ട്രോങ് റൂം വിവാദത്തിൽ അവ്യക്തത ഇല്ലെന്ന് LDF പറയുന്നു. തുറന്നത് സ്ട്രോങ് റൂം അല്ല, രേഖകൾ സൂക്ഷിച്ച മെറ്റീരിയൽ റൂമാണ്. റൂം തുറക്കുന്നത് LDFന്റെ ചീഫ് ഏജന്റിനെ അറിയിച്ചിരുന്നു. സംഭവത്തിൽ കളക്ടർ വിശദീകരണം നൽകിയിട്ടുണ്ടെന്നും പ്രതികരിക്കാനില്ലെന്നും LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ പറഞ്ഞു. സരീഷ് പിക്ക് വിവരങ്ങളുമായിട്ടുണ്ട്. സരീഷ്, കോൺഗ്രസ് ഇന്നലെ ഈ വിവാദത്തിൽ ഈ പ്രശ്നത്തെ വലിയ വിവാദമാക്കിയത് കോൺഗ്രസ് ആയിരുന്നു. നേതാക്കളൊക്കെയും പ്രത്യേകിച്ച് പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥി അടക്കം DCC പ്രസിഡന്റ് അടക്കം രംഗത്ത് വരികയും പ്രതികരണമൊക്കെ നടത്തുകയും ചെയ്തു. പിന്നീട് അവർ ആ നൽകിയതിൽ നിന്ന് മലക്കം മറിഞ്ഞിട്ടുണ്ട്. ഇന്ന് പ്രാദേശിക നേതാക്കളുടെയൊക്കെ വിശദീകരണം അങ്ങനെയാണ്. ഇതിൽ CPMന്റെ ഭാഗം എന്താണ്? TP രാമകൃഷ്ണൻ പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥി കൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഒരു ഭാഗത്ത് കോൺഗ്രസ് പിടിച്ച പുലിവാല് അത് വിടാനാകാതെ അത് സത്യമാണ് എന്ന് അല്ലെങ്കിൽ സത്യമല്ല എന്ന് അവർ തന്നെ അംഗീകരിക്കുകയും എന്നാൽ അതിൽ തന്നെ ചുറ്റിക്കറങ്ങുകയും ചെയ്യുമ്പോൾ മറുഭാഗത്ത് LDFനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ തികഞ്ഞ വ്യക്തതയുണ്ട്. ഈ സ്ട്രോങ് റൂം അല്ല തുറന്നത് എന്ന കാര്യത്തിൽ തങ്ങൾക്ക് വ്യക്തതയുണ്ട്. ഇന്നലെ ജില്ലാ കളക്ടറുമായി സംസാരിച്ചിരുന്നു. അതിൽ കൃത്യമായി റെക്കോർഡ് റൂമാണ്, അതായത് സ്ട്രോങ് റൂമിന് സമീപത്തെ റെക്കോർഡ് റൂമാണ് തുറന്നത് എന്നും അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ തങ്ങളുടെ പക്കലുണ്ട് എന്നും കളക്ടർ ഉറപ്പ് നൽകിയിരുന്നു. ഒരു തരത്തിലും സ്ട്രോങ് റൂമിൻ്റെ ഭാഗത്തേക്ക് പോലും അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് അനുമതിയില്ലാതെ തുറക്കില്ല എന്നുള്ള ഉറപ്പ് കളക്ടറുടെ ഭാഗത്ത് നിന്ന് നേരത്തെ ലഭിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നടന്നത് എന്നും TP രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ പരസ്യ പ്രതികരണത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് LDFന്റെ നേതാക്കളുടെ തീരുമാനം. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പേരാമ്പ്ര മണ്ഡലത്തിലെ സ്ട്രോങ് റൂം തുറന്നു എന്നുള്ളതായിരുന്നു ആക്ഷേപം. അത് അവിടെയുള്ള UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപം ആദ്യഘട്ടത്തിൽ ഉയർത്തുകയും ചെയ്തത്. സ്വാഭാവികമായും എതിർ സ്ഥാനാർത്ഥി, അവിടെ വലിയ ശക്തമായ നേർക്കുനേർ പോരാട്ടം നടന്ന മണ്ഡലമാണ്. അപ്പോൾ LDF സംസ്ഥാന കൺവീനർ കൂടിയായ TP രാമകൃഷ്ണൻ എതിർ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ TP രാമകൃഷ്ണന്റെ പ്രതികരണം കൂടി തേടേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ പ്രതികരണം തേടുന്നതിനായി അദ്ദേഹത്തെ വിളിച്ചപ്പോഴാണ് ഇതിൽ നിലവിൽ പരസ്യ പ്രതികരണങ്ങൾക്ക് തയ്യാറല്ല, കാരണം ഇതിനകത്ത് ഒരു അവ്യക്തതയും തങ്ങൾക്കില്ല. കൃത്യമായ ജില്ലാ കളക്ടറുമായി സംസാരിക്കുകയും അത് സ്ട്രോങ് റൂം അല്ല തുറന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരികയും ചെയ്തിട്ടുണ്ട്. റെക്കോർഡിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ആ റൂം, അതായത് സീൽ ചെയ്യാത്ത മുറിയാണ്, അതെപ്പോൾ വേണമെങ്കിലും തുറക്കാമല്ലോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഇങ്ങോട്ട് ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും LDF ഇക്കാര്യത്തിൽ ഈ വിഷയം ഒന്നും തന്നെ ഏറ്റെടുക്കേണ്ടതില്ല. ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ട് അല്ലെങ്കിൽ വിശദീകരണത്തിൽ തൃപ്തരാണ് എന്നുള്ളതാണ് LDF.